കോഴിക്കോട് മണ്ഡലത്തിലേക്ക്. കോഴിക്കോട് വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമുള്ള മണ്ഡലം തന്നെയാണ്. കോഴിക്കോടിന്റെ ഹൃദയമായ വലിയങ്ങാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ശക്തമായി രാഷ്ട്രീയം സംസാരിക്കുന്ന തൊഴിലാളികൾ, സാധാരണക്കാരായ മനുഷ്യരുള്ള ഇടമാണ്. അവിടെ നിന്നാണ് ഒരുപക്ഷെ കോഴിക്കോടിന്റെ പൾസ് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യം തിരക്കിലാണെന്ന് അറിയാം. അപ്പൊ അതിനിടയിൽ ചോദിക്കാൻ, എങ്ങനെയുണ്ട് കോഴിക്കോട് ഇലക്ഷൻ ചൂടൊക്കെ? കോഴിക്കോട് ഇലക്ഷൻ ചൂടിപ്പം തെറ്റിലാണ് നടക്കുന്നു. എന്താണ് ഒരു പ്രതീക്ഷ? തൊഴിലാളി വർഗത്തിന് ജനിച്ചു വന്ന ഒരാളല്ലേ, തൊഴിലാളികളുടെ നേതാവായിട്ടുള്ളൊരു സഖാവ് കോഴിക്കോട് പരിശീലിക്കുമ്പോൾ ആ സഖാവിന്റെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സഖാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എന്താ പറഞ്ഞാൽ ഇന്നത്തെ വർഗീയവാദികളെ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടി എളമരക്കരയിൽ കൃത്യമായിട്ട് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു വരേണ്ടതുണ്ട്. നേതാവ് വരുമ്പോൾ എങ്ങനെയാണ് അത് വളരെയധികം പോസിറ്റീവായിട്ടല്ല കാണുന്നത്. കാരണം വെച്ചാൽ നമ്മളെ സഖാവിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ നമുക്കുള്ള ഒരു ആവേശം അത് വേറെ തന്നെ. സർക്കാരിന്റെ ഈ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തുന്നത്? ഏറ്റവും നല്ല ഭരണം തന്നെയല്ലേ. വിദ്യാഭ്യാസ മേഖല, മറ്റേ ആരോഗ്യ മേഖല, ഒരുപാട് മേഖല, അതായത് റോഡ് വികസനം ഒക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ തൊഴിലാളികൾ അവർ ഈ ചുവടെടുക്കുന്നവരും അങ്ങനെ ദിവസം ഈ പൊരിവയിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അവരൊക്കെ രാഷ്ട്രീയത്തെ അതായത് അവർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആണ്. ഓരോ ദിവസത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അറിയുന്നുണ്ട്, അവർ ഗ്രഹിക്കുന്നത്. ചേട്ടാ, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എന്തായി? തെരഞ്ഞെടുപ്പ് നല്ല അടിപൊളിയായിട്ട് നടക്കുക. അടിപൊളിയാണ്, ഉഷാറായിട്ട് പോണു. എന്താണ് ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ പാർലമെന്റിലെ പ്രാതിനിധ്യം. ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ട് ഫാസിസത്തിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം വേണം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭാവിയല്ല, ഇടതുപക്ഷത്തിന്റെ അഭാവത്തിലുള്ള ഇന്ത്യയുടെ ഭാവിയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഇതാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്നത്. BJP ഏതാണ് കോൺഗ്രസ് ഏതാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ്. 13ഓളം മുൻ മുഖ്യമന്ത്രിമാര്, 150ഓളം വരുന്ന MP-മാര്, MLA-മാരെ എണ്ണയില്ല. എണ്ണ എടുക്കാൻ നിന്നാൽ ഒരു കാനേശന്മാരി കണക്ക് പോലെ പോകും. അപ്പൊ ആ അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോവാതെ BJP അതായത് ഫാസിസത്തിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനെ ആവും. ഈ കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ജനങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനിടയിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, നമ്മൾ ഇന്ത്യ മുന്നണിയായിട്ട് ദേശീയ തലത്തിലൊരു മത്സരം BJP-ക്കെതിരെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിനോട് മത്സരിക്കാനാണ് വരുന്നത്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു സമീപനം? അതായത് ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാപ്പരത്വം. BJP-ക്കെതിരെ മത്സരിക്കുന്നില്ല. അമേഠി, റായ്ബറേലി, പിലിഭിത്ത് പോലുള്ള കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലം BJP-ക്ക് അടയാറ വെച്ചിട്ട് ഇടതുപക്ഷത്തിന് നിഷ്കാസനം സംഭവിക്കാനാണ് അവരും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആനി രാജക്കെതിരെ വയനാട്ടിലല്ല രാഹുൽ മത്സരിക്കേണ്ടത്, UP-യിൽ പോയിട്ട് മത്സരിക്കണം. കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലങ്ങൾ അവിടെയുള്ളത്. ഞങ്ങളെ ഇലക്ഷന്റെ ഒരു ചൂടൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കേരളത്തിലെ ഇടതു മുന്നണിക്ക് സംഭവിച്ചു. ഇത്തവണ അതിലൊരു വലിയ മാറ്റം ഉണ്ടാകുമോ? വലിയ മാറ്റം ഉണ്ടാകുന്നുള്ള രാഷ്ട്രീയ കാരണം കാണുമല്ലേ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? അത് പറയുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച അത് ജനങ്ങളാകെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് വീണ്ടും നരേന്ദ്രമോദിക്കെതിരെ അധികാരത്തിൽ വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവർ ഓരോ ദിവസവും BJP-യിലേക്ക് ചേക്കേറുകയാണ്. കേന്ദ്രത്തിലെന്ന് പറഞ്ഞാൽ ഒരു മുഖക്കളിയില്ല. അതായത് എന്തെങ്കിലും ഒന്ന് തൊള്ള തുറന്ന് പറഞ്ഞാൽ അപ്പം സസ്പെൻഡ് ചെയ്യാം, ആളാണ് മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്യുക MP-മാരെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിലനിൽപ്പ് നടത്തണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം അവിടെ പോകണം. ഈ ഹിന്ദു രാഷ്ട്രം ആയി എന്നൊക്കെ പറയുന്ന പേപ്പറിൽ കണ്ടിക്ക്. അന്നേരം ഞാനൊരു ഹിന്ദുവാണ്, BJP-കാരനാണ്. അന്നേരം എൻ്റെ കൂടെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളുണ്ടാവും. അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ രാഷ്ട്രപിതാവ്, ഹിന്ദു രാഷ്ട്രം, 3 കൂട്ടരെ ഇന്ത്യ, ഒരുമിച്ച് കൊണ്ടടക്കം 3 ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, ഖുർആൻ, പിന്നെ ഒറ്റക്കെട്ട ഇന്ത്യ, നമ്മുടെ ഒറ്റക്കെട്ട. നമ്മൾ അതിർത്തിയിൽ 3 സഹോദരങ്ങൾ കൊടും തണുപ്പത്ത് കാവൽക്ക് നിൽക്കുക. നമുക്ക് 3 കൂട്ടർക്കും വേണ്ടി
ഈ വലിയങ്ങാടിയുടെ ഒരു സ്വഭാവമാണ് നമ്മളിപ്പോ കണ്ടത്. കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള തൊഴിലാളികൾ. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളെ മുമ്പ് സംസാരിച്ച ആള് മതസൗഹാർദ്ദത്തെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചും പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെ ബാബരി മസ്ജിദിന്റെ പേരിൽ വലിയ തകർക്കപ്പെടാൻ പാടില്ലല്ലോ. ഇല്ല. ഇപ്പൊ നിലവിലുള്ള പള്ളികളുടെ പേരിൽ വലിയ ഇത് കൊണ്ടുപോകാൻ പാടില്ല. NRC എന്ന നിയമം എന്താ നിയമം? ഞാൻ മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എൻ്റെ പേര് മുഹമ്മദ് കോയ എന്നാണ്. ഈ നിയമം ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വാപ്പൻ്റെ ജനന സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡൗട്ട്ഫുൾ ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്തു? ഞാൻ ഇന്ത്യയിൽ ഏതെങ്കിലും നിലവിൽ ഇവിടെ ഈ സംസ്ഥാനത്ത് ഇപ്പം നിലവിൽ നടക്കില്ല എന്നുള്ളത് കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ, മതേതരവാദിയായ ആളുകളുടെ അതുകൊണ്ട് നടക്കില്ല. എല്ലാത്തിനും അവസ്ഥയിൽ രാജ്യം കാശ്മീരിനെ പോലെ എവിടെ ഒന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, കാശ്മീരിൽ നിന്ന് കണ്ടില്ലേ, ഇതുപോലെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ എവിടെ പോകും? അപ്പൊ ഈ കപടമായ BJPയുടെ മുഖം പിച്ചു ചെയ്യുന്ന ഒരു അവസ്ഥ, അതിന് കൂട്ടി നിൽക്കുന്ന കോൺഗ്രസ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിലവിലുള്ള MP 15 കൊല്ലായി. ഇവിടുന്ന് 19 ആളുകൾ പോയിട്ടുണ്ട്. ഒരു ആരിഫും അല്ലാതെ NRCയെ കുറിച്ചിട്ട് ആരെങ്കിലും എതിരെ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ മല്ലികാർജുന ഖാർഗെയോട് വളരെ വ്യക്തമായിട്ട് പത്രക്കാർ നിങ്ങളെപ്പോലുള്ള ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ NRC നിയമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ രാത്രി ആലോചിച്ചിട്ട് പറയുന്ന അത്ര വിഡിത്തരം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് നൽകാൻ പറ്റുമോ? അപ്പോൾ അതിന് ശബ്ദിക്കുന്നവരെ ശബ്ദം അവിടെ ഉയരണം. ആ കരീം കെ പോലുള്ള ആളുകളുടെ വീഡിയോ ക്ലിപ്പുകൾ എടുത്തോളി, കാണാൻ നമുക്ക് അയാൾ എന്താ മനസ്സിലാക്കി ഓരോ വിഷയത്തിലും അത്തരം ആളുകളെ ശക്തമായ രീതിയിൽ ഉയർത്തി കൊണ്ടുവന്ന് ഇതിനെ പ്രതിരോധിക്കണം. ഫാസിസത്തെ നമ്മൾ പ്രതിരോധിക്കൂ, കമ്മ്യൂണിസ്റ്റുകാരെ അത് പ്രതിരോധിച്ച ചരിത്രമേ ഉള്ളൂ. ഹിറ്റ്ലർ വരെ പരാജയപ്പെട്ടു. ഈ പൗരത്വത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെങ്കിൽ കണക്കാം, കോൺഗ്രസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ വിശ്വത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ കുത്തിയാൽ തന്നെ താമരേ വിരിയുള്ളൂ. ഈ കാലത്ത് ഇപ്പം അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളൊരു വിശ്വാസം നമ്മൾ ഉറപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. കോൺഗ്രസ് ഒന്നും ഇവിടെ ജയിലിലാണ്. കോൺഗ്രസ് ഒക്കെ പോക്കാ ഇപ്പോൾ. കോൺഗ്രസ് ഒക്കെ BJPയിലേക്ക് പോയില്ലേ? ഇപ്പോൾ 10 വരെ പോയില്ലേ? കർണാടകൻ്റെ മോളെ വരെ പോയി. ഇനിയിപ്പോൾ എന്താ ആൻറ്റീൻ്റെ മോൻ പോയി. ഇനിയിപ്പോൾ എന്താ ഇനി പോകാണ്ട് അതാണ്. ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ പോകും. അതല്ല അതിനെ പറ്റി പറയണ്ട. അതെ, മാനാഞ്ചിറ കോഴിക്കോടിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. അതെ, കോഴിക്കോടിന്റെ ഹൃദയഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ പ്രത്യേകതകളുണ്ട്? പ്രത്യേകതകളുണ്ട്. അവിടെ കുറച്ച് ആളുകളുണ്ടല്ലോ, നമുക്ക് അവരോട് ചോദിക്കാം. എന്താ യുവാക്കൾക്ക് ഇത്തവണത്തെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത് എന്താ? നല്ലൊരു ഇലക്ഷനാണ്. നിലവിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തിനെക്കാളും നല്ലൊരു ചൂട് ഏറിയ ഈ കാലാവസ്ഥ അനുസരിച്ച് നല്ലൊരു ഇലക്ഷനാണ്. നല്ല ആവശ്യമുണ്ട്. എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും, വിദ്യാർത്ഥികളാണെങ്കിലും യുവാക്കളാണെങ്കിലും എല്ലാവരും വലിയ രീതിയിൽ തന്നെ നോക്കി കാണുന്നുണ്ട്. ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാ നിങ്ങൾക്കൊക്കെ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ? കോഴിക്കോടിലൊരു മാറ്റം വേണമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ആഗ്രഹം നടക്കുമോ ഇത്തവണ? അത് നടക്കണം. നിങ്ങളുടെ യൂത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? യൂത്ത് എന്ന് പറയുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. യൂത്തിന് വേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ കോഴിക്കോട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിവിടെ എത്തണമെങ്കിൽ അങ്ങനെ ഒരു മാറ്റം യൂത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ യൂത്തിൻ്റെ ഒരു മനസ്സ് മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരാൾക്കാർ വരണം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇവിടെ ഈ വൈഫൈ ഒരു സ്ക്വയർ ഒക്കെ ഏർപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലേ? അപ്പം യൂത്തിന് വേണ്ടി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ സജീവം ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാരാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, മറ്റു കാര്യങ്ങൾക്കൊക്കെ കളമരം കരീം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്ന സമയത്തു 15 വർഷമായിട്ട് ഭരിക്കുന്ന രാഘവൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു MP എന്നുള്ള നിലയ്ക്ക് രാഘവൻ MPയുടെ ഭാഗത്തൊരു നീക്കുവൊക്കെ ഉണ്ടായിട്ടില്ല. ഈ നിലവിൽ രാജ്യത്തെ ഈ കേന്ദ്ര സർക്കാർ യുവാക്കളെ എത്രത്തോളം പരിഗണിക്കുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ഒരു സാധനമില്ലല്ലോ, നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ എന്നൊരു സംവിധാനം ഇല്ല എന്നാണോ, പരിഗണന ഇല്ല എന്നാണോ? പരിഗണന തീർച്ചയായിട്ടും ഇല്ല. കേന്ദ്ര സർക്കാർ എന്നൊരു സംവിധാനം ഉള്ളത് RSSന് വേണ്ടി മാത്രമുള്ളതാണല്ലോ. അത് പരിപൂർണമായിട്ട് ഹിന്ദുത്വവൽക്കരിക്കുന്ന ഒരു സാധനം. അല്ലാണ്ട് അതിനകത്ത് യുവാക്കൾ, വിദ്യാർത്ഥികൾ, വനിതകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് രാജ്യം ഹിന്ദുത്വവൽക്കരിക്കുന്നതിന് ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ചടങ്ങുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടാവും. ബാക്കി യുവാക്കളെ പരിഗണിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ഇത്തവണ ഒരു മാറ്റം വേണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. മാറ്റം വേണം. മാറ്റം ഉണ്ടാവുമോ കോഴിക്കോട്? മാറ്റം ഉണ്ടാവണല്ലോ. ആ മാറ്റം ഉണ്ടാവണം എന്ന് പറയാനുള്ള കാരണം എന്താ? അങ്ങനെ നമ്മളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാരണം വേണമല്ലോ. എനിക്ക് മാറ്റം വേണം, ഞാൻ ഇന്നതുകൊണ്ടാണ് മാറ്റം ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. എന്ന് തുടങ്ങി അത് അവിടെ തന്നെ തുടങ്ങിയിടത്ത് തന്നെ നീ എങ്ക വിട്ടിട്ട് പോയി അവിടെ തന്നെ. കോഴിക്കോടിന്റെ വൈബ് എന്താ ഇപ്പോഴത്തെ കോഴിക്കോടിന്റെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
പല സമയത്ത് പല ട്രെൻഡാണ്. ഇപ്പൊ കോഴിക്കോട് വൈബ്, ഇപ്പൊ നോമ്പ് തുറക്കുക, മറ്റേ മുട്ട കഴിക്കുക, യാത്ര എൻജോയ് ചെയ്യുക, മറ്റേ ബീച്ചിൽ പോയിരിക്കുക, അതൊക്കെയാണ് കോഴിക്കോടിന്റെ ട്രെൻഡ്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു ഇലക്ഷൻ കൂടിയല്ലേ കടന്നു പോകുന്നത്? ഇലക്ഷനാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രാജ്യം വലിയ നോക്കുന്ന ഒരു ഇലക്ഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോദി സർക്കാർ 400 കടക്കുമെന്നാണ് അവർ പറയുന്നത്. 400 കടന്നു കഴിഞ്ഞാൽ ഇനിയൊരു ഇലക്ഷൻ നടക്കുമെന്നുള്ളത് തന്നെ പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ ചിലപ്പോൾ നമുക്ക് ഇതേമാതിരി ബൈറ്റ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വരെ കഴിയുമെന്നുള്ള പറയാൻ പറ്റൂല. ഇപ്പോൾ 15 കൊല്ലങ്ങളായിട്ട് രാഘവേട്ടൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, ബ്രാൻഡ് രാഘവേട്ടൻ ബ്രാൻഡ് എന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷൻ പുതുക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരും. കല്യാണത്തിന് പന്തലിടുന്ന പറഞ്ഞാൽ കല്യാണം നടക്കില്ല, പാർട്ടിങ് നടക്കില്ല. അതുമില്ല. എല്ലാ ഇലക്ഷൻ വരുമ്പോഴും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു കോൺഗ്രസിന്റെ ബോർഡ് വരും. റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പോൾ പുതുക്കും. നമ്മൾ ഈ വർഷം 150 പദ്ധതി വരും. പുഴയൊക്കെ പറ്റിക്കാൻ പറ്റും രാഘവേട്ടൻ എന്നുള്ളൊരു ബ്രാൻഡൊക്കെ ഉണ്ടാക്കിയത്. എല്ലാ കാലത്തും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. രാഘവേട്ടൻ എന്നുള്ള ഒരു ഇതല്ലല്ലോ നമുക്ക് വേണ്ടത്. എം പി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ പാർലമെന്റിൽ സംസാരിക്കാൻ ഒരാൾ. പക്ഷെ അങ്ങനെ ഒരു ഇതിലേക്ക് രാഘവേട്ടൻ ശബ്ദം പാർലമെന്റിൽ വന്നില്ല, എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അത് എത്തണമെങ്കിൽ പക്ഷേ ഇളമരം കരീം രാജ്യസഭയിൽ അത് ഉയർത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളായിട്ട് നമുക്ക് ഉയർത്തിയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ കേരള സമൂഹം എന്ന് പറയുന്നത് ഈ BJP അല്ലെങ്കിൽ സംഘപരിവാറിനെ അകറ്റി നിർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 19 ആളെ വളരെയധികം ഈ ഭൂരിപക്ഷം കൊടുത്തുവിടുന്ന് വിട്ടതാണ്. ഈ 19 ആള് ആ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ സമരം നടത്തിയതും പല കാര്യങ്ങളും ചെയ്തത് ഇടതുപക്ഷമാണ്. ഇതിനെതിരെ ഒരു സമരം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം പോലും ഇതിനെതിരായിട്ട് കോൺഗ്രസ് നടത്തിയതായിട്ട് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനെന്നല്ല, ഇവിടെ ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നാട്ടിലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടുള്ള ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല. എല്ലാവരും ഒത്തൊരുമയോടെ കൂടി നല്ല ഒന്നുമില്ല, എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് പോകണം എന്നാണ് ആവശ്യം. കോഴിക്കോട് ഇപ്പോൾ നിൽക്കുന്നത് തിരുവണ്ണൂർ കോട്ടൺ മിൽസിന്റെ കോമ്പൗണ്ടിലാണ്. കോട്ടൺ മിൽസിന്റെ പഴയ കെട്ടിടത്തിന്റെ മുൻപിലാണ്, അതായത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടം. നമ്മൾ ഈ പഴയ കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2003 അതായത് അന്നത്തെ UDF സർക്കാരിന്റെ കാലത്ത് പൂട്ടിപ്പോയതാണ് ഈ കോട്ടൺ മില്ല്. പിന്നീട് 2006 LDF സർക്കാർ വരുന്നു. ആ LDF സർക്കാരിൽ വ്യവസായ മന്ത്രി ആരായിരുന്നു? എളമരം കരീമായിരുന്നു. അതായത് ഇന്നത്തെ കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് എളമരം കരീം. ആ എളമരം കരീം പിന്നീട് വ്യവസായ മന്ത്രിയാകുന്ന സമയത്താണ് ഈ കോട്ടൺ മില്ല് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും അത്യാധുനികമാക്കി മാറ്റി ഏറ്റവും നല്ല സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതായത് രണ്ട് മുന്നണികൾ LDF UDF അവർ പൊതുമേഖലാ സംവിധാനങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഈ കോട്ടൺ മില്ല്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ 2 നിലപാടുകൾ കാണാൻ സാധിക്കും. അതെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പഴയ കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുന്നു. അതിനുശേഷം ആ പുതിയ സംവിധാനങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യും. മാത്രമല്ല ഇവിടുത്തെ തൊഴിലാളികൾ അവർക്ക് എത്രത്തോളം എന്തായാലും അവരുടെ ജീവിതമാർഗമായിരുന്നു അന്ന് അടച്ചുപൂട്ടിയപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുണ്ടാവും. ഇന്ന് എന്താണ് അവരുടെ അവസ്ഥ? അവർക്ക് എന്താണ് എളമരം കരീം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവർക്ക് പറയാനുള്ളത്? ഇതൊക്കെ കേൾക്കേണ്ടതുണ്ട്. ഒരു സംഘം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരൊരു ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ അവരുടെ പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ കാണാനുണ്ട്. ജോലി കഴിഞ്ഞിട്ട് പുഞ്ചിരിയാണോ? ജോലി കഴിഞ്ഞിട്ടില്ല, ചിലപ്പോൾ അതും ഉണ്ടാവാം. മാത്രമല്ല എളമരം കരീമിന് അവർ എത്രത്തോളം പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അവരെങ്ങനെ കാണുന്നു എന്ന് നമുക്കറിയാം. ആ കരീമൊക്കെ ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? വിജയിക്കണം. കാരണം ഈ 30 വർഷത്തോളം ഈ കമ്പനിയായിട്ടുള്ള ബന്ധമുള്ള 1997 സഖാവ് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ കോഴിക്കോട് 2 MLA ആയിരുന്നു കരീംക. അന്ന് മുതൽ ഇത് ഇപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കരീംഖാനെയാണ് വിളിപ്പുറത്തുണ്ട്. ഇതാ ഇപ്പോൾ എന്താ പ്രതിസന്ധി വന്നാലും കരീംഖാനെ വിളിച്ച കരീംഖാൻ എന്തായാലും ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഒരു കാലത്ത് പൂട്ടിപ്പോയ സ്ഥാപനമായിരുന്നു അല്ലേ? അതെ 2003 UDF സർക്കാരിൻ്റെ കാലത്ത് പൂട്ടിപ്പോയ ഒരു കമ്പനിയായിരുന്നു. അന്ന് ഇതിലെ ഒരു ലൈനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ കമ്പനിയിലേക്ക്, ഇലക്ട്രിക് ലൈൻ വരെ ഒഴിവാക്കിയതാണ്. ഇനി ഒരിക്കലും ഇത് തുറക്കില്ലെന്ന് പറഞ്ഞതാണ്. എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ദേശീയപാതക്കാർ അവരുടെ ഓഫീസും പൂട്ടിപ്പോയ ഒരു കഥയുണ്ട് UDF സർക്കാരിൻ്റെ കാലത്ത്. ഏകദേശം അതേ രീതിയിൽ തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ പിന്നെ ആ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ മാർഗം കണ്ടെത്തേണ്ടി വന്നു. അതിനൊക്കെ ശക്തമായിട്ടുള്ള നടപടിയാണ് കരീംക എടുത്തത്. കരീംക ജയിച്ചില്ലേ പിന്നെ ആരാ ജയിക്കുക? ഒരു വ്യവസായ സ്ഥാപനം അത് പുനരുദ്ധാരണം നടത്തുമ്പോൾ കൃത്യമായിട്ടും അവിടെ എഴുതി വെക്കപ്പെടുന്ന ചില സമവാക്യങ്ങളുണ്ട്.
അതിലൊന്ന് തീർച്ചയായിട്ടും ഒരു പറ്റം ആളുകൾക്ക് സ്ഥിരം തൊഴിൽ നൽകുക എന്നാണ്, പൊതുമേഖലാ സ്ഥാപനത്തിൽ സ്ഥിരം തൊഴിൽ നൽകുക. എൻ്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്തതാണ്. അപ്പോൾ ഒരു തലമുറയുടെ ശരിക്കും തൊണ്ടയിൽ മണ്ണ് വാരിയിടുന്ന രൂപത്തിൽ ഒറ്റ വാക്കിൽ എഴുതി വെക്കുകയാണ്, ഇത് ലാഭകരമല്ലാത്തത് കൊണ്ട് പൂട്ടുന്നു. അവിടെ നിന്ന് എൻ്റെ അച്ഛനടക്കമുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഈ ഇടതുപക്ഷ നയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേറ്റം പകരാൻ വേണ്ടിയിട്ട് സഖാവ് എളമരം കരിയങ്കയ്ക്ക് കൃത്യമായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് 97 സുശീലാ ഗോപാൽ വ്യവസായ മന്ത്രിയായപ്പോഴാണ് ഈ പുതിയ കെട്ടിടത്തിനുള്ള പണി തുടങ്ങിയത്. ആ കെട്ടിടം ഉണ്ടാക്കിയ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് പുതിയൊരു സർക്കാർ UDFൻ്റെ നേതൃത്വത്തിൽ 2001 അധികാരത്തിൽ വരുന്നത്. ഓരോരു പുതിയൊരു കമ്മീഷൻ RC ചൗധരി എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വെച്ച്, ആ കമ്മീഷനെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. 2003 ആഗസ്റ്റ് 5 സ്ഥാപനം അടച്ചുപൂട്ടിയിട്ട് ഇവിടെ തൊഴിലാളികളോടൊക്കെ VRS മേടിച്ച് പിരിഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. അന്ന് ഇവിടെയുള്ള 300ഓളം തൊഴിലാളികളിൽ ഭൂരിപക്ഷം ആൾക്കാരും VRS മേടിച്ച് പിരിഞ്ഞു പോയി. അന്നുള്ളൊരു തൊഴിലാളിയാണ് ഞാൻ. അപ്പോൾ അന്നുള്ള തൊഴിലാളികൾ കുറച്ച് ആൾക്കാർ മാത്രം പിടിച്ചുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജയരാജൻ. അപ്പോൾ അന്ന് ഈ കമ്പനി അടച്ചുപൂട്ടണം VRS കൊടുത്ത് ആളെ പറഞ്ഞേക്കുമ്പോൾ കുറച്ച് തൊഴിലാളികൾ പിടിച്ചു നിന്നു. അതിൻ്റെ ഭാഗത്ത് അന്ന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് ജില്ലേൻ്റെ CITൻ്റെ നേതൃത്വം നൽകിയ ആൾക്കാരാണ് TP രാമകൃഷ്ണനും തെരയുമിക്കും. അപ്പോൾ അവരെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള തൊഴിലാളികൾ പിടിച്ചു നിന്നുകൊണ്ട് പുതിയൊരു സർക്കാർ 2001 പുതിയ വന്ന് പൂട്ടി 2006 ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളാണ്. വാക്ക് പാലിച്ചു. എളമരം കരീം ഇവിടെ വ്യവസായ മന്ത്രി ആയതുകൊണ്ട് തന്നെ ആ വാക്ക് പാലിച്ചു. അപ്പോൾ നമ്മൾ ആ ചരിത്രമൊക്കെ പറയുമ്പോൾ ആ എളമരം കരീം ഇന്ന് ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ? ജയിച്ചിരിക്കും. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ലോകസഭയിൽ പോയിട്ട് അവിടെ ഇടപെടാൻ പറ്റുന്ന ഒരാളായിരിക്കണം ലോകസഭയിൽ പോകേണ്ടത്. നമ്മൾ 15 വർഷമായിട്ട് ഇവിടുന്ന് പോകുന്ന ഒരു MP അവിടെ ഒന്നും സംസാരിക്കാത്തൊരു MP-യാണ്. തൊട്ടപ്പുറം മലകയറി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ആ കാറ്റിങ്ങോട്ട് വീശുമോ? ഇല്ല, വീശാൻ സാധ്യതയില്ല. ആളുകൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം മനസ്സിലായി. കരീംഖാന്റെ പ്രചരണത്തിന്റെ ഫസ്റ്റ് ഘട്ടം തന്നെ ഞങ്ങളെ മില്ലിലാണ് ഇവിടുന്ന് തുടങ്ങിയത്. അന്ന് ഇവിടുന്നാണ് തുടങ്ങിയത്. നല്ല ആവേശത്തിലാണ് അന്ന് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ കരീംക ജയിക്കും. കരീംകാക്ക് എന്ന് തൊഴിലാളികളോടൊരു നല്ല മനോഭാവമാണ് അദ്ദേഹത്തിന്. തൊഴിലാളികൾക്കിടയിൽ നിന്ന് വന്ന നേതാവല്ലേ? അതെ, തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഇന്നാളിവിടെ പ്രചരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ആ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. അപ്പോൾ അദ്ദേഹം ജയിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. ജയിക്കണം. ആധുനികവൽക്കരിച്ച മില്ല് കണ്ടില്ലേ? അതെ. ഇതാ നമ്മുടെ ചുറ്റിലും നൂലിങ്ങനെ ഉണ്ടാക്കുന്ന മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ശബ്ദമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നമ്മൾ മടങ്ങുകയാണ്. ഇവിടെ നിന്ന് മടങ്ങാം. ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതെ, മടങ്ങുമ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെ നമ്മുടെ കേന്ദ്ര സർക്കാർ കാണുന്നത് എങ്ങനെയാണ്? എല്ലാം വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ എളമരം കരീമും ഇടതുമുന്നണിയും ഇവിടെ പൊതുസമൂഹത്തോട് പറയുന്നത്. അതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, പ്രതീക്ഷയുടെ ഒരു കറക്കമാണ്. പ്രതീക്ഷകളിലേക്കാണ് ഈ നൂൽക്കട്ടകൾ കറങ്ങിപ്പോകുന്നത്. അതെ, അപ്പൊ ഈ നൂലുകൾ ഇങ്ങനെ കറങ്ങട്ടെ, നമ്മുടെ കറക്കവും തുടരുകയാണ്. അപ്പോൾ തുടരുന്ന സ്ഥലത്ത് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണല്ലേ കോഴിക്കോട്. ഇവർക്കാണ് കൂടുതൽ പറയാനുള്ള വിഷയമുള്ളത്. പെട്രോൾ ഡീസൽ വില സാധാരണക്കാരനെ ഏറ്റവും ബാധിക്കുന്ന വിഷയം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരതിനെ എങ്ങനെ കാണുന്നു എന്നതുകൂടി നോക്കേണ്ടതെന്ന് ചോദിച്ചു അല്ലേ? ചേട്ടാ, ഇങ്ങനെ നല്ല ചൂടാണല്ലേ? നല്ല ചൂടാണ്. കരിമിക്കൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ ഇതിന് മുമ്പേ അയാളിപ്പോൾ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ വെള്ളയിലുള്ള സോപ്പ് കമ്പനി എന്നുള്ള സ്ഥലത്തുകളിൽ ഇതൊക്കെ നമുക്ക് മൂപ്പരിവിടെ വിജയിച്ചിട്ട് വരേണ്ട ഒരാവശ്യമായിട്ടാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഓ, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. മാസ് ലുക്കിലാണ്. എന്താണ് ഇത്തവണ കോഴിക്കോട് പ്രതീക്ഷ? കോഴിക്കോട് ഇന്ന് ഇത്തവണത്തെ 2004 ഒരു
ഒരു ആവർത്തനം ഉണ്ടാവോ? ഒരു ആവർത്തനമാണ് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില, അതൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ, അല്ലാത്ത വേറെ കാര്യങ്ങളുണ്ടല്ലോ. മനുഷ്യനെ നോക്കാൻ കഴിയുന്നില്ലല്ലോ വർഗീയതയായിട്ട്. മതം പറഞ്ഞും അതൊക്കെയല്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് പറ്റൂല. ഇവിടെ ഇടവലക്കാരും ജയിക്കും. അതെന്താ അങ്ങനെ പറയുന്നത്? ജയിക്കാൻ കാരണം എന്ന് വെച്ചാൽ 10 കൊല്ലം നമ്മുടെ നാട് കോപ്പറേറ്റീവുകൾക്കും ഒക്കെ കൊടുത്ത് വിറ്റ് തൊലച്ച് വെച്ചാൽ എയർപോർട്ടും വിറ്റ് റെയിൽവേ സ്റ്റേഷനും വിറ്റ് എല്ലാം തൊലച്ച് ആകെ നാശവശമായൊക്കെ. അപ്പം അതുകൊണ്ട് ഇവിടെ LDF വരണം. കാരണം അവിടെ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി വരണം. നമുക്ക് പൈസ എല്ലാം ഒരുപാട് വേണ്ട, സമാധാനം വേണ്ട. അത് ഇവിടെ തരുന്നില്ല, ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ കേരളത്തിൽ മാത്രമേ കുറച്ച് സമാധാനമുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ കിടന്നിട്ട്. കാരണം ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ. അത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെയാണ്, മനുഷ്യനല്ല വലുത്, കൗവാണ് വലുത്. അതുപോലെയാണ് ഇന്നത്തെ സ്ഥിതി. അത് നമ്മൾ മാറ്റിയെടുക്കണം അന്തരീക്ഷം. എല്ലാവരും ഒരുമിച്ചുണ്ട്, എല്ലാവരും ഒരുമിച്ച്. ചൂടായതുകൊണ്ട് ചെറിയൊരു തണലൊക്കെ ഇട്ട് അതിന്റെ താഴെ നിൽക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ചൂട്? നല്ല ചൂടാണ്. നല്ല എലക്ഷൻ ചൂടും നല്ല എലക്ഷൻ ചൂടുണ്ട്. ഇലക്ഷൻ ചൂടാണ് മുന്നിൽ നിൽക്കുന്നത്. എലക്ഷൻ ചൂടാണ് മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ ചൂടാണ് മുന്നിൽ. ഇലക്ഷൻ ചൂട് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഞങ്ങള് ഇവിടെ ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളും തുള്ളിച്ചാടലും പ്ലാൻ ചെയ്തു. ഇപ്പോഴേ പ്ലാൻ ചെയ്തു. എല്ലാം റെഡി. ബാറ്റ് സെറ്റ് വരെ ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. അപ്പൊ ജയം ഉറപ്പിച്ചു. ജയം ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇത്ര വേഗത? അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പിന്നണി പോരാളിയാണ് കോഴിക്കോട് മത്സരിക്കുന്നത്. ഞങ്ങളെ കൂടെ വലുതായ ആള് കരീംഖാനെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ കവിച്ചു വെക്കാൻ കോഴിക്കോട്ട് ഒരു സ്ഥാനാർത്ഥി ഇല്ല. കോഴിക്കോടിന്റെ വിജയം കേരളത്തിന്റെ വിജയം. മോദിക്കുള്ള അടിയാണ്, തലക്കുള്ള അടിയാണ്. 19 സീറ്റ് 2004 ആവർത്തിക്ക് 24 ഒരു സീറ്റും പറയാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. കാരണം പേടിച്ച് അവിടെ എവിടെ ഒന്നും കിട്ടായിട്ട് പാവം അവിടെ വന്ന് നിൽക്കുകയാണ്. ഒന്ന് ജയിച്ചു പോട്ടെ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമല്ലേ? അത്ര എളുപ്പമല്ല. ആട്ടുണ്ട്. മൃഗങ്ങളെ ശല്യം ഉണ്ടായിട്ടും എംപിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മൃഗങ്ങളെ ശല്യങ്ങൾ ആന ഇറങ്ങിയിട്ടും കടവ് ഇറങ്ങിയിട്ടൊന്നും ജനങ്ങൾക്ക് എംപിനെ കാണാൻ ഞങ്ങൾ വന്നപ്പോ കേട്ടോ ആന എംപിയേക്കാൾ കൂടുതൽ അവിടെ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പല നടപടികളും കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. നിങ്ങളുടെ അവസ്ഥ ഈ പെട്രോൾ ഡീസൽ വിലയൊക്കെ മോനെ എങ്ങൾക്ക് തന്നെ അറിയില്ല. 50 ഉറുപ്പിക്കല്ലേ പെട്രോൾ അടിക്കുന്നത്. വീട്ടിൽ ഗ്യാസ് ഒന്നും വാങ്ങുന്നില്ല, സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. തൊഴിലുറപ്പ് പണിക്ക് പോകുന്നില്ല വീട്ടിൽ നിന്നാരും. എന്താക്കി ഇവരൊക്കെ പാടെ കേരളത്തിന്, ഇന്ത്യനെ ഇങ്ങനത്തെ ഒരു ഭരണം കണ്ടിരിക്കുന്നു നമ്മളെ രാജ്യത്ത്. ഇപ്പൊ രണ്ടുപേരും MP മാരുണ്ട്. ഒരാൾ രാജ്യസഭ MP ആണ്, ഒരാൾ ലോക്സഭ MP ആണ്. രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? രാജ്യസഭ MP എന്നുള്ള രീതിയിൽ കരീംഖാന്റെ സംഭാഷണമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾക്കും വേണ്ടിയിട്ട് പൗരത്വ ബില്ലിൻ്റെ പ്രതികരിച്ച് ഞങ്ങളെ ട്രാൻസ്പോർട്ട് ബില്ല് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് എതിർത്ത് വാഹനങ്ങൾ 15 വർഷം കൊണ്ട് പൊളിച്ചു മാറ്റം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഒരു നിയമം കൊണ്ടുവന്ന് അതിന് ശക്തമായിട്ട് എതിർത്തിട്ട് അത് വർധന കൊണ്ടുവന്ന് 2 കൊല്ലം കൂടി വർദ്ധിപ്പിച്ചു കൊടുത്തു. പിന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഡ്രൈവർ ജയിലിൽ പോണ സംവിധാനം 7 വർഷവും 10 വർഷം തറവും പോയ ബില്ല്. ഇതിനെതിരെ ശക്തമായിട്ട് എതിർത്ത് രാജ്യസഭയിൽ എരിയങ്കാണ്. കാരണം രാഘവന് ഇതൊന്നും അറിയില്ല. രാഘവന് AC കാറിൽ ഇങ്ങനെ കറങ്ങാൻ അല്ലാതെ ടിക്കറ്റ് എടുക്കാൻ ഒരു പെണ്ണ് പോലും വാങ്ങി കൊടുക്കാത്ത ഒരാളാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് രാഘവേട്ടൻ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും ഇവിടെ കരീംഖാൻ തന്നെ ജയിക്കുള്ളൂ. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? 28,300 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. ഞങ്ങൾക്ക് വെല്ലാൻ ആരുമില്ല. അത് കേന്ദ്രമന്ത്രി സഹമന്ത്രി V. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ പ്രവർത്തന ശൈലി അതൊന്ന് വേറെ തന്നെയാണ്. ഈ കണക്ക് എഴുതി വെച്ചോളൂ. 28,300 വോട്ടിന്ന് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എളമര കരീം അതിൽ സംശയമൊന്നുമില്ല. അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷം എല്ലാവരും കണ്ടതിൽ. അപ്പൊ ഇനി കാണാം. അപ്പൊ ഭൂരിപക്ഷം ഒന്ന് ഓർത്ത് വെച്ചു. 28,300 വോട്ടിന്റെ ഭൂരിപക്ഷം. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ കാണണം. ഓക്കെ.